hey guys, welcome back to our channel. So welcome back to another movie review guys. So Vineet Srinivasan ഡയറക്റ്റ് ചെയ്യുന്ന പുതിയ പടമാണ് ഗൈസ് കരം. സോ അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. പടം റൈറ്റ് ചെയ്തേക്കുന്നത് നോബൽ ബാബു തോമസ് ആണ്. പുള്ളി തന്നെയാണ് പടത്തിൽ അഭിനയിച്ചേക്കുന്നത്. സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ നോബൽ ഉണ്ട്, പിന്നെ അതുപോലെ മനോജ് കെ ജയൻ ഉണ്ട്, ബാബുരാജ് ഉണ്ട്, കല്ലഹോൻ ഷാജു ഉണ്ട്. അങ്ങനെ ലോട്ട്സ് ഓഫ് ആൾക്കാർ അടങ്ങുന്ന ഒരു പടമാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാനുണ്ട് ഇതിനകത്ത്. ആക്ച്വലി ഇത് കരമല്ല, ഇത് തിര 2 അതാണ് പറയാനായിട്ട്. കാരണം അങ്ങനെ ആ ഒരു സെയിം പ്ലോട്ടാണ്, അതായത് തിരയുടെ ആ ഒരു ബേസ് കോറാണ് ഈ പടത്തിന് വേറൊരു രാജ്യത്ത് നടക്കുന്നതായിട്ട് രക്ഷകൻ ടൈറ്റിലെ സംഭവം അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നോബൽ ചെയ്തേക്കുന്ന ക്യാരക്ടർ ആക്ച്വലി ദേവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ ഒരു എക്സ് മിലിറ്ററി ആണ്. അപ്പോൾ തുടക്കവും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു, ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും തന്നെ അത് ലൈഫ് ചേഞ്ച് ആവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ രാജ്യത്ത് വേറെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ, പുള്ളിയുടെ ലൈഫിലുണ്ടായിരുന്ന പാസ്റ്റിലുണ്ടായിരുന്ന ഒരു പേഴ്സണ് ഇതുപോലെ ഒരു ആപത്ത് ഉണ്ടാകുന്നു. സോ അതുകൊണ്ട് രക്ഷിക്കാൻ പോകുന്നു. ആ ഒരു സെയിം തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി കഥ അറിയാം, ഇനി അങ്ങോട്ടാണ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞല്ലോ, ഇത് ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. തിരയുടെ പ്ലോട്ട് തന്നെയാണ്, ഭയങ്കര ത്രില്ലർ എലമെന്റ് ഉണ്ടാക്കുന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആക്ഷൻ ത്രില്ലർ അങ്ങനെ വലിയ പറയത്തക്ക രീതിയിലുള്ള ആക്ഷനോ സംഭവങ്ങളൊന്നുമില്ല, ത്രില്ലർ എലമെന്റും ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം. ഞാൻ പറയാം, തിര ആ മൂവി തന്നെ വേറൊരു നാട്ടിൽ നടക്കുമ്പോൾ വേറെ കുറെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് സെയിം പ്ലോട്ട് അത് തന്നെ, സംഭവം അത്രയേ ഉള്ളൂ. പുള്ളിയുടെ എക്സ് മിലിറ്ററി ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ കുറേ കൂടെ ഒക്കെ ആക്ഷൻ സീക്വൻസിന് ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടില്ല പടത്തിനകത്ത്. ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ബട്ട് അത് വളരെയധികം വീക്കാണ്. കാരണം നമ്മളൊരു ഒരു മിലിറ്ററി ഓഫീസർ അല്ലെങ്കിൽ ഒരു മിലിറ്ററി പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മൾ കുറേ കൂടെ ഒക്കെ നമ്മൾ ഫൈറ്റ് സീക്വൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും നമ്മൾ ആ ഒരു ക്യാരക്ടറിൽ നിന്ന്. പക്ഷേ പുള്ളിയിൽ നിന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നും പുള്ളിൽ നിന്ന് കിട്ടിയില്ല. കുറച്ചും കൂടെ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ബെറ്റർ ആയേനെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ചെയ്തിരിക്കുന്ന ഷാൻ റഹ്മാൻ ആണ്. എടുത്തു പറയണ നല്ല കിഡിലോസ്കി ആയിട്ടാണ് എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ചില ഇടങ്ങളിൽ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് അങ്ങ് സൗണ്ട് കയറി നിൽക്കും. അപ്പം ഇവർ സംസാരിക്കുന്നതൊന്നും നമുക്ക് അത്രയും ഇങ്ങോട്ട് വ്യക്തതയല്ല, അതൊരു പ്രശ്നമായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാം നല്ല വെടുപ്പായിട്ടാണ് ഷാൻ റഹ്മാൻ എല്ലാം ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഷാൻ റഹ്മാൻ ഈ പടത്തിനകത്ത് ചെയ്ത ഈ കരം എന്ന് പറയുന്ന മൂവിക്കകത്ത് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ എനിക്ക് തിരയായിട്ട് ഭയങ്കര കണക്റ്റാണ്. എനിക്ക് അതിനകത്ത് ഓരോ ട്യൂണും പാട്ടും ഒക്കെ ആയിട്ടുണ്ടല്ലോ, അതായത് ശോഭന മാമും ഞാൻ ശ്രീനിവാസനോടൊക്കെ പോകുമ്പോഴും ഒക്കെ ഉള്ള ചെറിയ ഒരു ഹമ്മിങ് ഒക്കെ വരുന്നുണ്ട്. ആ സാധനം തന്നെ കുറച്ചും കൂടെ ഒടിച്ച് പടച്ച് മടക്കി ഒരു സാധനമായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. രണം തിര ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ കരം റെഡിയാണ്. സോ അങ്ങനെ പോകുന്ന ഒരു പടമാണ്. ഞാൻ പറഞ്ഞല്ലോ, വൺ ടൈം വാച്ചബിൾ ആണ്. 100% ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ പറയുന്നത്. പിന്നെ കലാഭവൻ ഷാജോൺ അത്യാവശ്യം നല്ല റോളാണ്. ബാബുരാജിൻ്റെ ആണെങ്കിൽ തന്നെ ചിരിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്, പുള്ളി വരുന്ന കൗണ്ടറിലും കാര്യങ്ങളിലൊക്കെ. പക്ഷേ കുറച്ചും കൂടെ നല്ല റോളായിരുന്നെങ്കിൽ എനിവേ കൊള്ളായിരുന്നു. പിന്നെ മനോജ് കെ ജയൻ ആണെങ്കിൽ നോബൽ ചെയ്ത ദേവിൻ്റെ അച്ഛനായിട്ടാണ്. വലിയ കാര്യമൊന്നുമില്ല, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ, അത്രയൊക്കെ ഉള്ളു. യുവാൻ അച്ഛനെ പറയാമെങ്കിൽ പുള്ളിക്കാരനാണ് ഇതിനകത്ത് വില്ലൻ. അപ്പോൾ പുള്ളിക്കാരനാണ് ഇതിനകത്ത് വില്ലൻ. പുള്ളിക്കാരന് ഒരു ആൻഡ്രി നിക്കോള എന്ന് പറയുന്ന ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. വലിയ കാര്യമുള്ള വില്ലനൊന്നും അല്ല, എന്നാലൊരു വില്ലൻ, കുഴപ്പമില്ല. ഭയങ്കര പെർഫോമൻസ് വൈസ് ആയിട്ടുള്ളതൊന്നുമില്ല, നൈസായിട്ട് പോകുന്ന ഒരു സാധാരണ വില്ലൻ. കൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് കുറച്ചും കൂടെ നൈസായിട്ട് പടം എടുക്കാമായിരുന്നു. എനിവേ, എന്തായാലും താല്പര്യമുള്ളവർ പോയി കാണുക. അതാണ് കരം എന്ന് പറയുന്ന മൂവി. ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ച് നിങ്ങൾ പോകുന്നതും വേണ്ട. പിന്നെ വിനീത് ശ്രീനിവാസനും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്, താല്പര്യമുള്ളവർ പോയി കാണുക. സോ ഗൈസ്, അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.